വീഡിയോയിൽ ഓരോ സെറ്റ് ഓപ്പറേഷൻസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ് സെറ്റ് ഓപ്പറേഷൻസ് എന്ന് ജസ്റ്റ് നോക്കാം. സെറ്റ് ഓപ്പറേഷൻസ് ആർ ഫണ്ടമെൻ്റൽ ടൂൾസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് സെറ്റ്സ്. സെറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടൂൾസാണ് സെറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 7 സെറ്റ് ഓപ്പറേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിയൻ ആണ്. ഡെഫിനിഷൻ നോക്കാം. ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി denoted as A union B is the set of all elements that are in A and in B or in both the A and B. അതായത് രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റിലെയും എലമെൻസുകൾ കൂടിച്ചേർന്നതാണ്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ വരികയാണെങ്കിൽ അത് ഒരു തവണ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക യൂണിയൻ എന്ന് പറയുന്നത്. സിംബോളിക് റെപ്രസെൻറ്റേഷൻ വന്നിട്ട് A union B equal to X such that X belongs to A or X belongs to B. ഇവിടെ കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ കൂടി പരിഗണിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലൊരു റെപ്രസെൻറ്റേഷൻ വന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 എലമെൻറ്റ്സ് ആണുള്ളത്. സെറ്റ് ബി ഈക്വൽ ടു 3 4 5, ഇവിടെയും 3 എലമെൻറ്റ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു 1 2 3 4 5 ഇങ്ങനെയാണ് റിസൾട്ട് വരിക. ഇവിടെ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ വന്നിട്ടുണ്ട്. 3 ആണ് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്. സോ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഒരു തവണ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഒരു തവണ കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ, ഇങ്ങനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുക. ഡെഫിനിഷൻ നോക്കാം. ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ആസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദറ്റ് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. അതായത് രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ ചേർന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഇൻ്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുക. സിംബോളിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അതായത് രണ്ട് സെറ്റുകളിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകളായിരിക്കും ഇവിടെ പരിഗണിക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഇവിടെ രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 3 4 5. അങ്ങനെയാണെങ്കിൽ രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ 3 ആണ് രണ്ട് സെറ്റുകളും കോമൺ ആയിട്ട് വന്നിട്ടുള്ള എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 3 ആയിരിക്കും വരിക. നെക്സ്റ്റ് ഡിഫറൻസ് ആണ്. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഡെഫിനിഷൻ വന്നിട്ട് ദ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ആസ് എ മൈനസ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദറ്റ് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അതായത് രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റിലെ എലമെൻസുകളായിരിക്കും, എന്നാൽ ആ എലമെൻറ്റ്സ് രണ്ടാമത്തെ സെറ്റിൽ വരാനും പാടില്ല. അതാണ് കണ്ടീഷൻ. രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. എ മൈനസ് ബി അല്ലെങ്കിൽ എ ഡിഫറൻസ് ബി. സിംബോളിക് റെപ്രസെൻറ്റേഷൻ എ ഡിഫറൻസ് ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അതായത് എക്സ് എന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ് ഫസ്റ്റ് സെറ്റായ എയിൽ ഉൾപ്പെടുന്നതും എന്നാൽ ആ എലമെൻറ്റ് സെക്കൻഡ് സെറ്റായ ബിയിൽ ഉൾപ്പെടാത്തതുമായിരിക്കണം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് എ ആണ്. എയിൽ ഉൾപ്പെട്ട എലമെൻറ്റ്സ് 1 2 3 4 5. സെക്കൻഡ് സെറ്റായ ബിയിൽ ഉൾപ്പെട്ട എലമെൻറ്റ്സ് 3 5 6 7. അങ്ങനെയാണെങ്കിൽ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എയിൽ ഉൾപ്പെട്ട എലമെൻറ്റ്സും എന്നാൽ അത് സെക്കൻഡ് സെറ്റായ ബിയിൽ ഇല്ലാത്തതുമായിരിക്കണം. ഇവിടെ 3ഉം 5ഉം സെക്കൻഡ് സെറ്റായ ബിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി വരുന്ന എലമെൻറ്റ്സ് ആണ് 1 2 4. അതായിരിക്കും എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബി ഡിഫറൻസ് എ. ഇവിടെ ഫസ്റ്റ് സെറ്റ് ബിയും സെക്കൻഡ് സെറ്റ് എയുമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ബിയിലുള്ള എലമെൻറ്റ്സും എന്നാൽ ആ എലമെൻറ്റ്സ് സെറ്റ് എയിൽ ഇല്ലാത്തതുമായിരിക്കണം. ഇവിടെ 3 and 5 സെറ്റ് എയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി വന്ന 6ഉം 7ഉം ആയിരിക്കും ബി ഡിഫറൻസ് എ ആയിട്ട് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ ഡിഫറൻസ് ബിയും അതുപോലെ ബി ഡിഫറൻസ് എയും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, രണ്ടും സെയിം ആയിരിക്കില്ല. നെക്സ്റ്റ് സിമ്മട്രിക് ഡിഫറൻസ്. ഇങ്ങനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുക. ഡെഫിനേഷൻ വന്നിട്ടും ദ സിമ്മട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ആസ് എ സിമ്മട്രിക് ഡിഫറൻസ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദറ്റ് ആർ ഇൻ ഐദർ എ ഓർ ബി ബട്ട് നോട്ട് ഇൻ ബോത്ത്. അതായത് രണ്ട് സെറ്റുകളുടെ സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് സെറ്റിലും കോമൺ അല്ലാത്ത എലമെൻസുകൾ ചേർന്നതായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയായിരിക്കും രണ്ട് സെറ്റുകളുടെ സിമ്മട്രിക് ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുക. സിംബോളിക് റെപ്രസെൻറ്റേഷൻ വന്നിട്ട് എ സിമ്മട്രിക് ഡിഫറൻസ് ബി ഈക്വൽ ടു എ ഡിഫറൻസ് ബി യൂണിയൻ ബി ഡിഫറൻസ് എ. ഈ ഒരു ഇക്വേഷനിലായിരിക്കും സിമ്മട്രിക് ഡിഫറൻസ് രണ്ട് സെറ്റുകളുടെ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5. സെറ്റ് ബി ഈക്വൽ ടു
3 4 5. ഫസ്റ്റ് എ ഡിഫറൻസ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ബി ഡിഫറൻസ് എ, ദെൻ ഇവ രണ്ടും യൂണിയൻ ചെയ്തതായിരിക്കും എ സിമ്മട്രി ഡിഫറൻസ് ബി ആയിട്ട് വരിക. ഇവിടെ ഫൈനലായിട്ട് വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. നെക്സ്റ്റ് കോംപ്ലിമെൻറ്റ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഡിനോട്ട് ചെയ്യാം. ഡെഫിനിഷൻ വന്നിട്ടും ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ ഡിനോട്ടഡ് ആസ് എ കോംപ്ലിമെൻറ്റ് ഓർ ഈ രീതിയിലും ഡിനോട്ട് ചെയ്യാം ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻ എ ബട്ട് ആർ ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് യു. യു എന്ന് പറയുന്നത് ദ സെറ്റ് കണ്ടെയ്നിങ് ഓൾ എലമെൻറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ ആയിരിക്കും. അതായത് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. ഒന്ന് യൂണിവേഴ്സൽ സെറ്റും രണ്ടാമത് സെറ്റ് എയും. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റ്സുകളായിരിക്കും. എന്നാൽ ആ എലമെൻറ്റ്സുകൾ സെറ്റ് എയിൽ ഉണ്ടാവാനും പാടില്ല എന്നാണ് പറയുന്നത്. ഈ രീതിയിലായിരിക്കും കോംപ്ലിമെൻ്റ് ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് സിംബോളിക് റെപ്രസെൻറ്റേഷൻ. എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു യു ഡിഫറൻസ് എ ഓർ u minus m equal to x such that x belongs to u and x not belongs to m. അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ ബിലോങ് ചെയ്യുന്ന എലമെൻറ്റ്സുകളായിരിക്കും. എന്നാൽ ആ എലമെൻറ്റ്സും സെറ്റ് എയിൽ ഇൻക്ലൂഡ് ചെയ്യാനും പാടില്ല. എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് സെറ്റാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ യൂണിവേഴ്സൽ സെറ്റാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 ആണ്. നെക്സ്റ്റ് സെറ്റ് എ, അതിലെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1 2 3. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്ത എലമെൻറ്റ്സുകളായിരിക്കും. ആ എലമെൻറ്റ്സുകൾ സെറ്റ് എയിൽ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 2 3 എന്ന് പറയുന്ന എലമെൻറ്റ്സ് സെറ്റ് എയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കി വന്നിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 4 5 ആണ്. അതായിരിക്കും എ കോംപ്ലിമെൻ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഡെഫിനിഷൻ നോക്കാം. ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ആസ് എ ക്രോസ് ബി is the set of all possible ordered pairs a comma b where a is from set a and b is from set b. അതായത് രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിലെ പോസിബിൾ ഓർഡർഡ് പെയർസ് ചേർന്നതായിരിക്കും. അതിലെ ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ നിന്നും ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെ ആയിരിക്കും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഡിനോട്ട് ചെയ്യുക. എ ക്രോസ് ബി സിംബോളിക് റെപ്രസെൻറ്റേഷൻ വന്നിട്ട് എ ക്രോസ് ബി ഈക്വൽ ടു എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. അതായത് പോസിബിൾ ഓർഡർഡ് പെയേഴ്സിലെ ഫസ്റ്റത്തെ എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ നിന്നുമായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1 2 ബി ഈക്വൽ ടു എക്സ് കോമ വൈ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് 1 എക്സ് ആൻഡ് 1 വൈ ദെൻ 2 എക്സ് ആൻഡ് 2 വൈ. ഇങ്ങനെ ആയിരിക്കും ഫോം ചെയ്യുക. ദെൻ ബി ക്രോസ് എ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റത്തെ സെറ്റ് ബിയും സെക്കൻഡ് സെറ്റ് എയുമാണ്. അങ്ങനെയാണെങ്കിൽ ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ എക്സ് 1 എക്സ് 2 ദെൻ വൈ 1 വൈ 2 ഇങ്ങനെ ആയിരിക്കും ഫോം ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ ക്രോസ് ബിയും അതുപോലെ ബി ക്രോസ് എയും സെയിം ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഡിസ്ജോയിൻറ്റ്. ഡെഫിനേഷൻ നോക്കാം. ഡിസ്ജോയിൻറ്റ് സെറ്റ് ആർ സെറ്റ് ദാറ്റ് ഹാവ് നോ എലമെൻറ്റ്സ് ഇൻ കോമൺ. Formally, two sets A and B are disjoint if their intersection is the empty set. In other words, A intersection B equal to pi. അതായത് ഡിസ്ജോയിൻറ്റ് സെറ്റുകളിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് തന്നെ ഉണ്ടായിരിക്കില്ല. അതുപോലെ രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻറ്റ് എന്ന് പറയണമെങ്കിൽ അവിടെ ഇൻ്റർസെക്ഷൻ വന്നിട്ട് എന്തായിരിക്കും, പൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കും സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പൈ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു 1 2 3, സെറ്റ് ബി ഈക്വൽ ടു 4 5 6. രണ്ട് സെറ്റുകൾ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് തന്നെ ഇല്ല. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പൈ ആണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റുകൾ എന്താണ്, ഡിസ്ജോയിൻറ്റ് എന്ന് പറയാം.